السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 144-ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവരെ സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 144-ാമത്തെ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 125 മുതൽ 131 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസിൽ 144-ാം പേജ്. സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന എന്ത് തെളിവുകൾ കണ്ടാലും അതൊന്നും വിശ്വസിക്കാതെ ധാർഷ്ട്യം കാണിക്കുന്ന മക്ക മുശ്രിക്കുകളെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റു പ്രവാചകന്മാർക്കും ലഭിച്ചതുപോലെയുള്ള ദൗത്യവും സന്ദേശവും ഞങ്ങൾക്കും വേണം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല. എന്തുകൊണ്ട് അവരെ പോലെ വഹി ഞങ്ങൾക്കും കിട്ടിക്കൂടാ? എന്തുകൊണ്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അയച്ചുകൂടാ? അവർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും തന്നുകൂടാ? എന്നൊക്കെയുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു നൽകിയ മറുപടിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി പറയുന്നത്, ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പോൾ ഇക്കൂട്ടർ ചെയ്യുന്നത് പോലെയല്ലാതെ സത്യം സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് സ്വീകരിക്കാൻ അവർക്ക് അവന് ഹൃദയ വിശാലത നൽകും എന്നാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു തആല വിശാലത നൽകി പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസ ആചാര മുറകൾ അംഗീകരിക്കാനുള്ള സന്നദ്ധതയും പ്രേരണയും നൽകും. അതായത് ഒരാള് സന്മാർഗം ലഭിക്കാൻ സന്നദ്ധനായി അതിനൊരാൾ അർഹനായാൽ ഇസ്ലാമികമായ വിശ്വാസ ആചാരങ്ങൾ സസന്തോഷം സ്വീകരിക്കാൻ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല പാകപ്പെടുത്തും. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തു തന്നെ ആണെങ്കിലും അത് സ്വീകരിക്കാൻ അവനൊരു വിഷമവും തോന്നുകയില്ല. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല തൗഹീദിലേക്കും ഈമാനിലേക്കും തുറന്ന് വിശാലമാക്കി വിടും.
നേരെ മറിച്ച് അതിനൊന്നും തയ്യാറാവാതെ ഒരാൾ ദുർമാർഗത്തിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവന്റെ ഹൃദയം ഇടുങ്ങിപ്പോകും, കുബ്സായി പോകും. പരിശുദ്ധ ദീനിനെ കുറിച്ചും ദീനിന്റെ നിയമങ്ങളെക്കുറിച്ചും കേൾക്കും തോറും അവന് അസ്വസ്ഥത വരികയും ചെയ്യും. ഇവിടെ അത്തരക്കാരുടെ ഒരു ഉദാഹരണം അല്ലാഹു തആല പറയുന്നുണ്ട്. കന്നമാ യസ്അദു ഫിസ്സമാ എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിൽ വരുന്ന പ്രയോഗം. ആകാശത്തിലൂടെ കയറിപ്പോകുന്ന ഒരാളെ പോലെ അയാളുടെ മനസ്സിന് ഇടുക്കമുണ്ടാവും എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുന്ന വിഷയത്തിൽ അത്തരക്കാർക്ക് അനുഭവപ്പെടുന്ന മനപ്രയാസത്തിന്റെ കാഠിന്യമാണ് ആ ഉദാഹരണത്തിൽ അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, അന്തരീക്ഷത്തിലൂടെ മുകളിലോട്ട് പോകും തോറും വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരും. കുറെ മേലോട്ട് പോയാൽ വായു തീരെ ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേൽപോട്ട് കയറും തോറും ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ നെഞ്ചിനൊരു ഇടുക്കം അനുഭവപ്പെടുക സ്വാഭാവികമാണ്. മനുഷ്യൻ കുത്തനെ മേൽപോട്ട് കയറി പോകുമ്പോൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും, അല്ലേ? ശ്വാസം തിങ്ങും. ശ്വാസം എടുക്കാൻ അവന് ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും മുകളിലോട്ട് കയറും തോറും. ബഹിരാകാശത്തേക്ക് കയറുന്നവൻ മേൽപോട്ട് പോകും തോറും പ്രയാസം കൂടും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ സഹായമില്ലാതെ ജീവൻ തന്നെ നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികളൊക്കെ അവരുടെ യാത്ര അവസാനിക്കുന്നത് വരെ ആവശ്യമായ ഓക്സിജനും മറ്റു ജീവവായു ഒക്കെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒരുക്കിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ മേൽപോട്ട് കയറി പോകുന്ന ആൾ ഏതൊക്കെ തരം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതുപോലെയാണ് സത്യനിഷേധിയുടെ അവസ്ഥ. അവന്റെ മനസ്സ് വളരെ ഇടുങ്ങിയതായിരിക്കും. നല്ല ഫിറ്റുള്ള ഉദാഹരണമല്ലേ? ഇതൊരു തരം ശിക്ഷയാണെന്നും ഇതിന്റെ അവസാനം അല്ലാഹു തആല പറയുന്നുണ്ട്. സത്യവിശ്വാസം കൈക്കൊള്ളാത്ത ആളുകൾക്ക് അല്ലാഹു തആല ഇങ്ങനെയും ശിക്ഷ കൊടുക്കുന്നതാണ്. നമ്മൾക്ക് നോക്കാം 125-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യഖൻ ഹറജ കഅന്നമാ യസ്അദു ഫിസ് സമാഅ കദാലിക യജ്അലുല്ലാഹു الرجس على الذين لا يؤمنون. ഫമൻ യുരിദില്ലാഹു, അല്ലാഹു ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്തിന്? അൻ യഹ്ദിയഹു, അവന് നേർവഴി കാണിക്കാൻ. അപ്പോൾ ഒരാൾക്ക് നേർവഴി കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ യശ്റഹ്, അവൻ വിശാലമാക്കും, സുദ്റഹു, അയാളുടെ ഹൃദയത്തിലേക്ക്, ലിൽ ഇസ്ലാം, ഇസ്ലാമിന്. അയാളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന് അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും അവന്റെ ഹൃദയം അള്ളാഹു തആല തുറന്നു കൊടുക്കും. ഷറഹ യശ്റഹ് എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക എന്നർത്ഥം. വമൻ യുരിദു അൻ യുളില്ലഹു, ഇനി യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വികസിപ്പിക്കുമെന്നർത്ഥം. വമൻ യുരിദു അൻ യുളില്ലഹു, ഇനി ഒരാളെ വഴിതെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യജ്അൽ, അവൻ ആക്കും, സദ്റഹു, അവന്റെ ഹൃദയത്തെ, ലയ്യഖൻ, സങ്കുചിതമാക്കും, ഇടുങ്ങിയതാക്കും, ഹറജൻ, ദുഷ്കരവുമാക്കും, പ്രയാസകരവുമാക്കും. ഹൃദയത്തിലൊരു ബുദ്ധിമുട്ട്, ഹൃദയം ഇടുങ്ങിയതായി അനുഭവപ്പെടും അവന്. ഇസ്ലാമിന്റെ നിയമങ്ങളോ അത് കേൾക്കും തോറും അവന് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. എന്താണ് അതിന്റെ ഉദാഹരണമാണ് അടുത്ത് പറയുന്നത്. കഅന്നമാ യസ്അദു ഫിസ് സമാഅ, കഅന്നമാ, അവനായതുപോലെയുണ്ട്, യസ്അദു, വിഷമിച്ച് കയറിപ്പോകുന്നവനെ പോലെയാണവൻ, ഫിസ് സമാഅ, ആകാശത്ത്. അപ്പൊ ആകാശത്ത് ഉപരിലോകത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് കയറിപ്പോകുന്ന ആളുകളെ പോലെയുണ്ടവൻ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും അർത്ഥം. കദാലിക, അപ്രകാരമാണ്, യജ്അലുല്ലാഹു, അല്ലാഹു തആല നിർണയിക്കുന്നത്, അർ-റിജ്സ, ശിക്ഷയെ, അലല്ലദീന ലാ യുഅ്മിനൂൻ, സത്യം സ്വീകരിക്കാത്തവരുടെ മേൽ. സത്യം സ്വീകരിക്കാത്തവരുടെ മേൽ, സത്യവിശ്വാസം സ്വീകരിക്കാത്ത ആളുകളുടെ മേൽ അല്ലാഹു തആല അപ്രകാരമാണ് ശിക്ഷ നിർണയിക്കുന്നത്. ഇത്തരം ശിക്ഷയാണ് എന്നർത്ഥം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ഹിദായത്ത് അല്ല, ഹദായഹ്ദി, ഇതൊക്കെ പറഞ്ഞാൽ സന്മാർഗത്തിലാക്കുക, വഴി ചേർക്കുക, മാർഗദർശനം നൽകുക, വഴി കാട്ടുക, ഇങ്ങനെയൊക്കെ സന്ദർഭോചിതം അർത്ഥം വരുന്ന വാക്കാണിത്. ഹിദായത്ത് പല തരത്തിലുണ്ട്. ഹിദായത്ത് ലഭിക്കുക എന്നത് വലിയൊരു സംഗതിയാണ്. ഏതു നല്ല കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം, അത് തൗഫീഖ് എന്നുള്ള അർത്ഥത്തിൽ വെച്ചാലും അങ്ങനെ തന്നെയാണ്. ഈ പരിശുദ്ധ ദീനിലേക്ക്, ദീൻ സ്വീകരിക്കാനുള്ള മനസ്സ് വിശാലത കിട്ടുക, അതും അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക, വല്ലാത്തൊരു കൊടുതിയാണ്. ചിലപ്പോൾ വാരിക്കോരി കൊടുക്കും. ഒരുപാട് പഠിച്ചിട്ട് കിട്ടുന്നതല്ല ഹിദായത്ത്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, മാഷാ അല്ലാഹുവിന്റെ ഹൃദയം വിശാലമാവുകയായി. അള്ളാഹുവാണ് അങ്ങനെ വിശാലമാക്കുന്നത്. നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് അങ്ങനെ തന്നെയാണ്. കുറെ പഠിച്ചു എന്ന് വെച്ചിട്ട് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനും റബ്ബ് നമ്മുടെ മനസ്സ് വിശാലമാക്കി തരണം. റബ്ബ് തരുന്ന ഹിദായത്തും തൗഫീഖും അതിനും വേണം. അതില്ലാത്തവന് ദീനും ദീനിന്റെ നിയമങ്ങളും ഒക്കെ
വലിയ പ്രയാസമായി തോന്നും, മനസ്സിന് ഇടുക്കമായി തോന്നും എപ്പോഴും. പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് അല്ലേ, ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകളെ. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിലും ശരി ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, എത്ര പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ഒരു ബാങ്ക് പോലും കേൾക്കാത്ത നാടുകളിൽ കൃത്യമായി നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്ന ആളുകൾ, നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ, ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇതൊക്കെ അവഗണിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. റബ്ബിന്റെ തൗഫീഖാണ്, ഹിദായത്താണ്. യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അള്ളാഹു മനസ്സങ്ങോട്ട് വിശാലമാക്കി കൊടുക്കണം. ഈ ആയത്ത് വിശദീകരിക്കുന്ന തരത്തിൽ പല ഹദീസുകളും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അവിടെ നിന്ന് ഈ വചനം, ഈ ആയത്ത് ഓതിയപ്പോ സഹാബികൾ ചോദിച്ചത്രേ, എങ്ങനെയാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യശ്റഹ് സദ്റഹു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ വികാസം നൽകൽ, മനസ്സിന് വികാസം നൽകൽ എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹു ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചത്, മനസ്സിലാക്കാൻ വല്ല അടയാളവും ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അടയാളം? ശാശ്വതമായി ജീവിക്കാനുള്ള ഭവനത്തിലേക്ക് മനസ്സിനൊരു വീണ്ടു വിചാരം ഉണ്ടാവുക, കൃത്രിമ ഭവനത്തിൽ നിന്ന് മനസ്സ് വിട്ടു നിൽക്കുകയും ചെയ്യുക, മരണത്തിന് മുമ്പേ അതിന് തയ്യാറാവുകയും ചെയ്യുക. ഇതാണ് എൻ്റെ അടയാളം. അതായത് പരലോകത്തെക്കുറിച്ചുള്ളൊരു ബോധം, ഐഹിക സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക, മരിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഇതൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് ഇൻശ്റാഹ് സദർ കിട്ടി, അയാളെ മനസ്സിന് അല്ലാഹു വിശാലത നൽകിയെന്ന് മനസ്സിലാക്കാം. സൂറത്ത് ഹുജറാത്തിലെ ഒരു വചനവും ഇതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു ഹൃദയ വിശാലത നൽകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് സൂറത്ത് ഹുജറാത്തിലെ 7-ാമത്തെ ആയത്തിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതഈകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമർ റാഷിദൂൻ. അല്ലാഹു തആല നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ ഇഷ്ടമാക്കി തന്നു. മനസ്സിന് ആ വിശാലത, വികാസം നൽകുന്ന രൂപമാണ്. നിങ്ങളുടെ മനസ്സിന് അല്ലാഹു തആല ഈമാനിനെ ഇഷ്ടമാക്കി തന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനവൻ ഭംഗിയാക്കി തന്നു. അതേപോലെ തന്നെ അവിശ്വാസവും തോന്നിവാസവും അനുസരണക്കേടും നിങ്ങൾക്കത് വെറുപ്പാക്കി തന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് എന്തൊരു റാഹത്തായിരിക്കും അല്ലേ? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഇവിടെ അള്ളാഹു ആരെങ്കിലും ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു ആരെങ്കിലും വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, ഈ പദപ്രയോഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്തരം ആയത്തുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക മാനദണ്ഡമോ ന്യായമായ അടിസ്ഥാനമോ ഇല്ലാതെ കുറെ ആളുകളെ നല്ലവരും കുറെ ആളുകൾ മോശക്കാരും ആക്കുകയല്ല അല്ലാഹു തആല ചെയ്യും. അങ്ങനല്ല അതിന്റെ അർത്ഥം. തക്കതായ കാരണങ്ങളുടെയും യുക്തമായ വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സത്യം മനസ്സിലാക്കാൻ ചെവി കൊടുക്കാത്ത ആളുകൾ, ശ്രമിക്കാത്ത ആളുകൾ, അവരാണ് ഹിദായത്ത് കിട്ടാത്തവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. കിട്ടിയ വിശേഷ ബുദ്ധിയും മറ്റും നല്ലതും ചീത്തയും തിരിച്ചറിയാനും സത്യം സ്വീകരിക്കാനും തയ്യാറായി മുന്നോട്ട് വന്ന് അതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്, അവരാണ് ഹിദായത്ത് കിട്ടുന്ന ആളുകൾ. അപ്പൊ സ്വന്തം ചെയ്തികളുടെ അടിസ്ഥാനത്തിലാണത്. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് മൂലമാണ് അത് സംഭവിക്കുക എന്നർത്ഥം. അല്ലാതെ ഒരു മാനദണ്ഡമോ ന്യായമോ ഇല്ലാതെയല്ല. ഇതേ വിഷയം ഇതേ സൂറയിൽ 117-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റും നമ്മൾ വിശദമായി മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഇനി 126, 127 ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം സത്യമായ ദീനാണ്, മതമാണ്. അത് ശരിയായ വഴിയാണ്. ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് അതിനുള്ള എല്ലാ തെളിവുകളും ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ നിഷ്പക്ഷ ബുദ്ധിയോടെ മനസ്സിലാക്കുന്ന ആർക്കും യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയും. അതിന് പറ്റുന്ന വിധം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചിട്ടുണ്ട് നാം എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. ചിന്താശീലം വേണമെന്ന് മാത്രം, എന്നാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചമനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് പരലോകത്ത് രക്ഷയുടെ ഭവനമുണ്ട്, അതായത് സ്വർഗമുണ്ട്. അള്ളാഹു അവരുടെ വലിയ ആയിരിക്കുകയും ചെയ്യും. അള്ളാഹു ആയിരിക്കും അവരുടെ സംരക്ഷകൻ. അതൊരു മഹാഭാഗ്യമാണ്. അള്ളാഹു നമ്മുടെ വലിയാവുക, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളാവുക എന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ പരലോകത്തുള്ള സ്വർഗലോകം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. അത്തരം മഹത്തായ ഭാഗ്യങ്ങൾ, പദവി ലഭിക്കാനുള്ള കാരണവും അള്ളാഹു തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നതാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ടതുപോലെയുള്ള പദവികൾ ലഭിക്കും, ഭാഗ്യങ്ങൾ ലഭിക്കും. നോക്കൂ 126 127. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യദ്ദക്കറൂൻ. വഹാദാ ഇത് സിറാത്തു റബ്ബിക താങ്കളുടെ റബ്ബിന്റെ മാർഗമാണ്, മുസ്തഖീമൻ നേരെ ചൊവ്വായ ഋജുവായ മാർഗമാണിത്. ഖദ് ഫസ്സൽനാ നമ്മൾ വിവരിച്ചു തന്നിട്ടുണ്ട്, അൽ ആയാതി ദൃഷ്ടാന്തങ്ങൾ, ലിഖൗമിൻ യദ്ദക്കറൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയമായും നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുത്തിരിക്കുന്നു. ലഹും അത്തരക്കാർക്കുണ്ട് ദാറുസ്സലാമി രക്ഷയുടെ ഭവനമുണ്ട്, സ്വർഗമുണ്ട് എന്നർത്ഥം, സമാധാനത്തിന്റെ ഭവനമുണ്ട്. ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ. വഹുവ അവൻ ആ റബ്ബ് വലിയുഹും അവരുടെ രക്ഷാധികാരിയാണ്, സംരക്ഷകനാണ്. എന്താ കാരണം? ബിമാ കാനൂ യഅമലൂൻ അവർ സൽക്കർമ്മങ്ങൾ അനുവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട്. അവർ അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഉദാത്തമായ സൽക്കർമ്മങ്ങളുടെ ഫലമായി അവരുടെ സംരക്ഷകൻ അള്ളാഹു ആയിരിക്കുന്നതും ആണ്. വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ ആ ഭാഗ്യവാന്മാരിൽ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 128 ആയത്തിലേക്ക് കടക്കാം. പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു വിഷയമാണ് ഇനി അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. 128 എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം, അവിടെ വിചാരണ നടക്കുന്ന രംഗാണല്ലോ, അവിടെ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം വേണ്ടാത്തരങ്ങളിൽ പരസ്പരം സഹകരിച്ചു പോന്നിരുന്ന മിത്രങ്ങളായിരുന്ന ജിന്നുകളെയും മനുഷ്യരെയും അഭിസംബോധന ചെയ്ത് അല്ലാഹു തആല പറയുന്നതും അതിന് അവർ നൽകുന്ന മറുപടിയുമാണ് ഇനി പറയുന്നത്. അള്ളാഹു പലയിടത്തും ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് എന്ത്? ജിന്നു വർഗക്കാരായ പിശാചുക്കൾ, ശയാത്തീൻ, അവര് മനുഷ്യരെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തും. വേണ്ടാത്തരങ്ങളും മറ്റും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളായി തോന്നിപ്പിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അവർ നിങ്ങളെ വഴിതെറ്റിക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അതവന്റെ സ്ഥിരം പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവന് വശംവദരാവരുത് എന്നൊക്കെ കൃത്യമായി വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും മനുഷ്യൻ എന്താ ചെയ്യുന്നത്? പലപ്പോഴും അവന്റെ പിന്നാലെ പോകും. പലപ്പോഴും പിശാചുക്കളുടെ ദുരുപദേശങ്ങൾക്കും അവരുടെ ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കും. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നത്. ഈ വിഷയം ആസ്പദമാക്കിയാണ് അല്ലാഹു തആല പരലോകത്ത് ചോദിക്കുന്നത്. ജിന്നുകളോടാണ് പടച്ചവൻ ആദ്യം ചോദിക്കുക. എല്ലാവരും ഉണ്ട്. ജിന്നുകൾ അഭിസംബോധന ചെയ്ത് ചോദിക്കുകയാണ്, മനുഷ്യരിലെ നിരവധി പേരെ നിങ്ങളുടെ ദുരുപദേശങ്ങൾക്ക് വിധേയരാക്കി നിങ്ങൾ വഴിപിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ടല്ലേ. അവരുടെ സഹകാരികളും അനുയായികളുമായി ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ബേജാറാവും, പരിഭ്രാന്തരാകും. മനുഷ്യന്മാരും അപ്പുറത്തുണ്ട്, ജിന്നുകളോടാണ് ചോദിക്കുന്നത്. അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ മനുഷ്യന്മാർ പേടിച്ച് ബേജാറാവും, അവരെ കൂടെ കൂടിയ ആളുകൾ. അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് ജിന്നുകളല്ല, പിന്നെ മനുഷ്യന്മാരാണ്. ബേജാറായ പരിഭ്രാന്തരായ മനുഷ്യന്മാരാണ് ഈ ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നത്. അവരുമായി സഹകരിച്ചിരുന്ന മനുഷ്യർ ദയനീയമായി മറുപടി പറയുകയാണ്. കുറ്റസമ്മതം നടത്തിയിട്ട് എന്താ പറയാ, നിസ്സഹായരായി ആ രംഗത്ത് ആ സമയത്ത് കുറ്റസമ്മതം നടത്തിയിട്ട് അവർ പറയും, റബ്ബേ, ഞങ്ങൾ അന്യോന്യം സഹകരിച്ചു എന്നത് ശരിയാണ്, അങ്ങനെ ഞങ്ങൾ ജീവിച്ചു, അങ്ങനെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന ആയുഷ്കാലം മുഴുവനും കഴിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴിതാ നിന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങൾ രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിപ്പോയി. അവർ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആ രംഗത്ത് അതല്ലാതെ വേറെന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്നാണ് അവരുടെ ആ റിക്വസ്റ്റിന്റെ താല്പര്യം. അല്ലാഹു തആല എന്താ പറയാ, ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് നേരത്തെ ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ ഇരു കൂട്ടർക്കും താമസിക്കാനുള്ള പാർപ്പിടം നരകമാണ്. ആയത്ത് നോക്കാം. 128. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. വയോമ യഹ്ശുറുഹും ജമീഅ, അല്ലാഹു അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അന്ന് അല്ലാഹു ചോദിക്കും, യാ മഅശറൽ ജിന്നി, അല്ലയോ ജിന്ന് സമൂഹമേ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിശ്ചയം നിങ്ങൾ ധാരാളം മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ.
ഇസ്തക്തറ എന്നർത്ഥം പറഞ്ഞാൽ നിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. ഉദ്ദേശം എന്താണ്? ഒരുപാട് മനുഷ്യരെ നിങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ടല്ലോ. അതിസ്തക്തർതും മിനൽ ഇൻസി, നിങ്ങൾ ഒരുപാട് മനുഷ്യരെ നിങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ടല്ലോ. ഈ ചോദ്യം കേൾക്കുമ്പോ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അവരോട് സഹകരിച്ചിരുന്ന ആളുകൾ, അവരുടെ പ്രേരണയാൽ വഴി തെറ്റിപ്പോയ ആളുകളില്ലേ, അവർ ബേജാറായിട്ട് ചോദിക്കുകയാണ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. ഈ ചോദ്യം കേൾക്കുമ്പോ വഖാല പറയും, ഔലിയാഉഹും ഈ ജിന്നുകളുടെ സഹകാരികളായ ആളുകൾ, മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട അവരുടെ കൂട്ടുകാർ, സഹകാരികൾ അപ്പൊ പ്രതികരിക്കും എന്ത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ശരിയാണ്, ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങളിൽ ചിലർ മറ്റു ചിലർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇസ്തംതഅ ബഅദുനാ, ഞങ്ങളിൽ ചിലർ ഉപയോഗപ്പെടുത്തിയിരുന്നു, ബിബഅദിൻ മറ്റു ചിലരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം വേണ്ടാത്തരങ്ങളിലൊക്കെ അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോന്നു, സഹകരിച്ചു പോന്നു. അവർ പറഞ്ഞനുസരിച്ച് ഞങ്ങളൊക്കെ കുറെ ജീവിച്ചു പോന്നു. എന്നിട്ട് വബലഗന, ഞങ്ങൾക്ക് വന്നെത്തുകയും ചെയ്തു, അജലനല്ലദീ അജ്ജൽതന, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി, അജലന, ഞങ്ങളുടെ അവധി ഞങ്ങൾക്ക് വന്നെത്തുകയും ചെയ്തു. അല്ലദീ, എങ്ങനെയുള്ള അവധിയാണ്? അജ്ജൽതന, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച, എന്നാൽ ഞങ്ങൾ മരണപ്പെട്ടു എന്നർത്ഥം. എന്നിട്ട് ഇപ്പൊ ഇതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇതൊക്കെയാണ് ആ പറഞ്ഞതിന് ചുരുക്കം. അള്ളാഹു തആല എന്താ പറയാ? ഖാല, അള്ളാഹു മറുപടി പറയും, അന്നാറു മസ്വാക്കും, നരകമാണ് നിങ്ങളുടെ അഭയസങ്കേതം. അന്നാറു, നരകമാണ്, മസ്വാക്കും, നിങ്ങളുടെ അഭയസങ്കേതം. ഖാലിദീന ഫീഹാ, നിങ്ങൾ അവിടെ സ്ഥിരവാസികളാണ്. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. വിശദീകരിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിശ്ചയമായും അള്ളാഹു യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനാണ്. ഹകീമുൻ അലീമുൻ, അവൻ സർവജ്ഞനും ആണ്, എല്ലാം അറിയുന്നവനുമാണ്. ഖദിസ്തക്തർതും മിനൽ ഇൻസ്, ധാരാളം ആളുകളെ സ്വാധീനിച്ചു എന്നതിന്റെ വിവക്ഷ ധാരാളം ആളുകളെ വഴിതെറ്റിച്ചു എന്ന്. ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ചിലർ ചിലരെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ദുരുപദേശം ചെയ്യുകയും മറ്റു ചിലർ അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരസ്പരം ഉപയോഗപ്പെടുത്തുക. എല്ലാ നിലക്ക് റബ്ബ് മുന്നറിയിപ്പ് നൽകിയിട്ടും മനുഷ്യർ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരുന്നു എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ എത്ര താക്കീതുകളാണുള്ളത്. പിശാചിന്റെ കൂടെ പോകരുത്. നമ്മൾ വളരെ വിശദമായി, വളരെ മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ആയത്താണിത്. നമ്മളൊക്കെ നിലപാടെന്താ? ഇത് തന്നെയല്ലേ നമ്മളെ നിലപാട്? ആഖിറത്തിൽ ചിലപ്പോൾ നമ്മളും ഇതേപോലെ കുടുങ്ങേണ്ടി വരൂലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പോഴേ മനസ്സിലാക്കുക. അവിടെ പോയിട്ട് കുറ്റസമ്മതം നടത്തിയിട്ട് കാര്യമില്ല. പിശാചിന്റെ കൂടെ കൂടരുതെന്ന് പറഞ്ഞാൽ കൂടരുത്. നമ്മളെ പറ്റിക്കാനും വഴിതെറ്റിക്കാനും ദുരുപദേശങ്ങളും ദുർമന്ത്രങ്ങളും ദുർബോധനങ്ങളും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമവൻ. ഒരുപാട് മോശമായ കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് കാണിച്ചു തരും. നമ്മളതിന് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ഈ രംഗം നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, അന്നാറു മസ്വാക്കും ഖാലിദീന ഫിഹാ ഇല്ലാ മാ ഷാ അല്ലാഹ്, നരകമാണ് സങ്കേതം. ഇവിടെ ഇല്ലാ മാ ഷാ അല്ലാഹ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച വിഭാഗം അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ. രണ്ടുമാകാം ഉദ്ദേശം. അപ്പൊ നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ് അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ ഒഴികെ. മുശ്രിക്കുകളല്ലാത്തവർക്ക് നിശ്ചിത കാലം കഴിഞ്ഞാൽ നരകമോചനം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ സമയം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ളതും നരകത്തിൽ പ്രവേശിക്കപ്പെടാത്ത സമയമാണ്. അതുമാകാം ഉദ്ദേശം. മരിച്ചു കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരെ നരകത്തിൽ കടക്കാത്തൊരു കാലമാണ്. അപ്പൊ അതാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്നും ആവാം. മുഫസ്സിരീങ്ങൾ വിവിധ വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതൽ വിചാരണ കഴിഞ്ഞ് നരകത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള ആ കാലവുമാകാം ഇവിടെ ഒഴികെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. മഹാനായ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മുഫസ്സിറുകളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. വേറെയും പല അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ് അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ എന്ന് പറഞ്ഞാൽ ആ സമയം ഏതാണ് എന്നതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതിനെ കുറിച്ച് അഭിപ്രായങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ 129 ആയത്തിലേക്ക് കടക്കുകയാണ്. അക്രമികളായ ജിന്നുകളും മനുഷ്യരും വേണ്ടാത്തരങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം സഹകരിച്ചിരുന്നത് പോലെ എല്ലാ അക്രമികളെയും അല്ലാഹു തആല പരസ്പരം ബന്ധപ്പെടുത്തുമെന്നാണ് ഇനി 129 പറയുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്, ഒരു പൊതു സ്വഭാവമാണത്. ആളുകൾ പരസ്പരം ഇണങ്ങലും
ബന്ധപ്പെടലുമൊക്കെ ഓരോ തരം സ്വഭാവ നടപടികൾ ബേസ് ചെയ്താണല്ലോ. നല്ലവർ നല്ലവരോട്, വേണ്ടാത്തത് ചെയ്യുന്നവർ അങ്ങനെ അത്തരക്കാരോട്, ഇങ്ങനെയൊക്കെയാണല്ലോ കൂട്ടുകാരും അല്ലെങ്കിൽ പരസ്പര സഹകരണവും കൂട്ടുകൊട്ടൊക്കെ ഉണ്ടാവുക. ഇതുപോലെ തോന്നിവാസത്തിലും ദുർമാർഗത്തിലും പരസ്പരം ഇണങ്ങിച്ചേർന്ന, പരസ്പരം ഉപയോഗപ്പെടുത്തി വന്ന ആ ജിന്നുകളെയും മനുഷ്യരെയും കുറിച്ച് അവരും ബന്ധുമിത്രങ്ങളാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ അവർ രണ്ടു കൂട്ടരും പങ്കാളികളാണ്. അപ്പോ ഈ ലോകത്ത് അവർ ആയിരുന്ന പോലെ പരലോകത്തും അവർ മിത്രങ്ങളാണ്, സഹകാരികൾ തന്നെയാണ്. നല്ല ശിക്ഷയിലും അവർ ഒരുമിക്കേണ്ടി വരും, പരലോകത്ത് ശിക്ഷയിലും അവർ പരസ്പരം മിത്രങ്ങൾ തന്നെയാണ്. 129 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون. وكذلك അപ്രകാരം നുവല്ലി നമ്മൾ മിത്രങ്ങളാക്കുന്നു, بعض الظالمين ചില അക്രമകാരികളെ, بعضا മറ്റു ചിലരോട്. അപ്പൊ അപ്രകാരം അക്രമികളിൽ ചിലർക്ക് മറ്റു ചിലരെ നാം മിത്രങ്ങളാക്കുന്നു. എന്തേ കാരണം? ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ദുശ്ചെയ്തികൾ കാരണം. അപ്രകാരം അക്രമികൾ ചെയ്യുന്നത് കാരണം അവരിൽ ചിലർക്ക് ചിലരോട് നാം മൈത്രി ഉണ്ടാക്കുന്നു, ബന്ധമുണ്ടാക്കുന്നു. നാം അവരുടെ ശിക്ഷയിലും ഒരുപോലെ തന്നെ പരലോകത്ത് കൂട്ടുകൂടേണ്ടി വരും, ഇവിടെ കൂട്ടുകൂടിയ പോലെ. ഓരോരുത്തരുടെയും സ്വഭാവ നടപടികൾ ബേസ് ചെയ്തിട്ടാണ് ഓരോ കൂട്ടുകെട്ടുണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെ നന്മയുടെ കാര്യത്തിലോ തിന്മയുടെ കാര്യത്തിലോ പരസ്പരം സഹകരിച്ചതിന്റെ പേരിൽ അവർ ബന്ധുമിത്രങ്ങളാകും. ഇത് അല്ലാഹു തആല വേറെ പലയിടത്തും പറയാറുണ്ട്, അല്ലെ? നന്മയുടെ കാര്യത്തിൽ സഹകരിച്ചവരെ കുറിച്ച് അല്ലാഹു തആല ഔലിയ, അവർ പരസ്പരം കൂട്ടുകാരാണ്, മിത്രങ്ങളാണ് എന്ന് തൗബയിൽ 71 വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ചിലർ ചിലരുടെ സഹകാരികളാണ്, മിത്രങ്ങളാണ്. നന്മയിൽ സഹകരിക്കുന്നതിന്റെ ഉദാഹരണമാണത്. സൂറത്തുൽ അൻഫാൽ 72 സത്യവിശ്വാസികൾ മുഹാജിറുകളും അൻസാരികളും പരസ്പരം ബന്ധുമിത്രങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കൂട്ടുകെട്ട് ആ ഒരു വിഷയത്തിലാണ്. ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വല്ലദീന ആവൂ വനസറു ഉലൈക ബഅദുഹും ഔലിയാഉ ബഅദ്. അവർ പരസ്പരം കൂട്ടുകാരാണ്. ഇനി തിന്മയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ഒരേ തരക്കാർ പരസ്പരം കൂട്ടുകൂടും. സൂറത്തുൽ മാഇദയിൽ 51 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض. യഹൂദികളും നസ്വാറാക്കളും ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം മിത്രങ്ങളാണ്. അതേപോലെ സൂറത്തുൽ ജാസിയയിൽ 73 വഇന്ന الظالمين بعضهم أولياء بعض, അക്രമികൾ പരസ്പരം ബന്ധുമിത്രങ്ങളാണ്, അവരുടെ കൂട്ടുകെട്ട് ആ അക്രമത്തിന്റെ വിഷയത്തിലാണ്. സൂറത്തുൽ അൻഫാൽ 73 വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്, അവിശ്വാസികൾ പരസ്പരം ബന്ധുമിത്രങ്ങൾ. അങ്ങനെ ഓരോ ടൈപ്പ്, ഓരോ വിഭാഗം, ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അനുസരിച്ചാണ് ആ കൂട്ടുകെട്ട് ഉണ്ടാവുന്നത്. അവർ പരസ്പരം മിത്രങ്ങളായിരിക്കും എന്നർത്ഥം. 130 ആയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും അല്ലാഹു തആല പറയുന്നത്. അതായത് പരലോകത്ത് നടക്കാനിരിക്കുന്ന ഒരു കാര്യം തന്നെ. അത് ഇവിടെ പറയുന്നത് എന്തിനാ? ആ ദുരവസ്ഥ വരാതിരിക്കാനുള്ള വഴികൾ ഇവിടെ നിന്ന് തന്നെ മനുഷ്യൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും, നമ്മളത് ഉൾക്കൊള്ളാൻ. ഒരു ദുരവസ്ഥ നമുക്ക് അവിടുന്ന് വരാതിരിക്കാൻ ഇവിടുന്ന് നമ്മൾ മുൻകരുതൽ എടുക്കണം. എല്ലാ ജിന്നുകളെയും മനുഷ്യരെയും അഭിമുഖീകരിച്ച് അല്ലാഹു തആല പരലോകത്ത് വെച്ച് ചോദിക്കുമത്രേ, ആവശ്യമായ അത്ര തെളിവുകളും താക്കീതുകളും നൽകി നിങ്ങൾക്ക് നേർമാർഗം വിവരിച്ചിരുന്ന റസൂലുകളെ ഞാൻ അയച്ചു തന്നിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ദുർമാർഗം സ്വീകരിച്ചത്? എന്താണ് അവരുടെ മറുപടി? കുറ്റസമ്മതം. എന്താ അവിടെ പറയും? അവർ പറയും, ശരിയാണ് റബ്ബേ, അതെല്ലാം ശരിയാണ്, പക്ഷേ അതൊന്നും ഞങ്ങൾ ചെവി കൊള്ളാതെ വഴിപിടിച്ചു പോവുകയാണ് ചെയ്തത്. അവർ കുറ്റമേറ്റു പറയുകയാണ്. അങ്ങനെ അവർക്ക് തന്നെ എതിരായി സ്വയം തെളിവ് നൽകും. ഈ ഗതികേടിന് കാരണം എന്താ? ഐഹിക ജീവിതത്തിൽ അവർ വഞ്ചിതരായി എന്നതാണ്. എന്നിട്ട് പാരത്രിക ജീവിതം മറന്നു കളഞ്ഞു. ഇപ്പോഴാണ് അവർക്ക് പരലോകത്ത് ചെന്നപ്പോഴാണ് അവർക്ക് കുറ്റബോധം വന്നത്. ആ ബോധം വന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? 130 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മഅശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റസൂലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻസിറൂനകും ലിഖാഅ യൗമികും ഹാദാ ഖാലൂ ശഹീദ്നാ അലാ അൻഫുസിനാ وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين. يا معشر الجن, ജിന്നുകളുടെ സമൂഹമേ, വൽ ഇൻസ്, മനുഷ്യരുടെ സമൂഹമേ,
ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, അലം യഅ്തികും നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ റുസുലുൻ പ്രവാചകന്മാർ, മിൻകും നിങ്ങളിൽപ്പെട്ട ദൂതന്മാർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലായിരുന്നോ, യഖുസ്സൂന അലൈക്കും നിങ്ങൾക്ക് വിവരിച്ചു തരുന്നവരായി, എന്ത് ആയാത്തി എന്റെ ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നില്ലായിരുന്നോ? പിന്നെ വൈൻദിറൂനക്കും നിങ്ങളുടെ മുന്നറിയിപ്പ് തരുന്നവരായും ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നോ? എന്ത് മുന്നറിയിപ്പ് തരുന്നു? ലിഖാ യൗമിക്കും ഹാദാ, ഈ ഒരു ദിവസത്തെ നേരിടേണ്ടി വരുമെന്ന്. പരലോകത്ത് ഇങ്ങനെ ഒരു ദിവസത്തെ ലിഖാ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയും എന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദമായി വിവരിച്ചു തരികയും ചെയ്യുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നില്ലായിരുന്നോ? പിന്നെന്താ നിങ്ങൾ വഴി പഴിച്ചു പോയത്? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയായത്? ഖാലു, അവർ മറുപടി പറയും, ഷഹിദ്നാ അലാ അൻഫുസിനാ, ഞങ്ങൾക്കെതിരായി ഞങ്ങൾ തന്നെ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ഞങ്ങൾക്കെതിരായി ഞങ്ങൾ തന്നെ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം. എന്താണ് കാരണം? അല്ലാഹു തആല പറയുന്നു, വററത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം അവരുടെ ചതിക്കുകയാണ് ചെയ്തത്. ദുന്യാവിലെ ജീവിതം അവരെ ചതിച്ചു, വഞ്ചിച്ചു, അവർ ചതിയിൽ വീഴ്ത്തി. വശഹിദു, അങ്ങനെ അവർക്ക് സാക്ഷ്യം പറയേണ്ടി വന്നു. അല അൻഫുസിഹിം, അവരുടെ തന്നെ സ്വന്തം ശരീരങ്ങൾക്കെതിരായി അള്ളാഹുവിന് മുമ്പിൽ അവർക്ക് സാക്ഷ്യം പറയേണ്ടി വന്നു. എന്ത്? അന്നഹും കാനൂ കാഫിരീൻ, അവർ നിശ്ചയമായും അവിശ്വാസികളായിരുന്നു എന്ന് സ്വന്തത്തിനെതിരായി തന്നെ അവർ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ഐഹിക ജീവിതത്തിൽ വഞ്ചിതരായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഐഹിക ജീവിതത്തിൽ വഞ്ചിതരാകരുത്. ദുനിയാവ് കാണാൻ രസമുണ്ടാവും, ദുനിയാവിൽ പലരും നടക്കുന്നുണ്ടാവും, അത് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാവരുത്. നിങ്ങൾ ജാഗരൂകരാവണമെന്ന് ചുരുക്കം. ജിന്നുകളെയും മനുഷ്യരെയും അഭിസംബോധന ചെയ്താണ് അല്ലാഹു തആല ഇവിടെ അലം യഅ്തികും റസൂലുൻ മിൻകും എന്ന് ചോദിച്ചത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റസൂൽ വന്നില്ലേ? ഇപ്പൊ ഇവിടെ സംശയം വരാം. മനുഷ്യരായ റസൂലുകളെ പോലെ ജിന്നുകളായ റസൂലുകളും ഉണ്ടായിരുന്നോ? രണ്ടു കൂട്ടരോടാണ് ചോദിക്കുന്നത്, നിങ്ങളിൽപ്പെട്ട പ്രവാചകന്മാർ, ദൂതന്മാരെന്ന്. ഇപ്പോ ജിന്നുകളെ കൂട്ടത്തിലും പ്രവാചകന്മാർ വന്നിരുന്നോ? ഇവിടെ മുഫസ്സിരീങ്ങൾ വിവിധ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, നുബൂവത്ത് ലഭിച്ച ദൂതന്മാർ, പ്രവാചകന്മാർ എന്ന അർത്ഥത്തിലുള്ള റസൂലുകൾ ജിന്നുവർഗത്തിൽ വന്നിട്ടില്ല. അത് മനുഷ്യവർഗത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെയോ ജിന്നുവർഗത്തിലേക്ക് വേറെ കുറെ ദൂതന്മാർ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ദൂതന്മാർ ഉണ്ടായിട്ടുണ്ട്. നുബൂവത്ത് നൽകി ആരും അയച്ചിട്ടില്ല. ജിന്നുകളിലെ ഒരുപാട് ആളുകൾ ദൂതന്മാരായി റബ്ബിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നുബൂവത്ത് നൽകി അയച്ചതല്ല. ഉപദേശം നൽകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ ദൂതന്മാര്, താക്കീത് നൽകുന്ന ദൂതന്മാരുണ്ടായിട്ടുണ്ട്. അവർക്കും റസൂൽ എന്ന് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ? ദൂതൻ എന്നാണല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. മലക്കുകളെ പറ്റി റസൂൽ എന്ന് പറയാറുണ്ട്, അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ എന്ന അർത്ഥത്തിൽ. സൂറ ഫാത്തിർ 1-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ജിന്നുകളുടെ കൂട്ടത്തിൽ മത ഉപദേശം നൽകുന്ന ആളുകളും താക്കീത് നൽകുന്നവരും ഉണ്ടായിരുന്നത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്കാഫ് 29-ൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആന ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ഖുർആൻ കേട്ടപ്പോ ആ കേട്ട ഖുർആൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായി, അവരെ താക്കീത് നൽകാനായി അവർ പോയി എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ ജിന്നുകളുടെ കൂട്ടത്തിലെ ഉപദേശകന്മാരും താക്കീതുകാരും ഉണ്ടായിട്ടുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് റസൂലുൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ളവരായിരിക്കും ജിന്നുകളുടെ റസൂലുമാർ എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം, അല്ലാതെ നുബൂവത്ത് നൽകി പറഞ്ഞായിട്ട് പ്രവാചകന്മാരല്ല. ഇതാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, യാ മാശറൽ ജിന്നി വൽ ഇൻസ്, രണ്ട് സമൂഹത്തെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്താണ് അല്ലാഹു ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ ആ ഒരു സംഭാഷണത്തിൽ രണ്ടിലൊരു സമൂഹത്തിലെ, അതായത് മനുഷ്യരിലെ റസൂലുകൾ മുഖേന മറ്റേ സമൂഹത്തിലും, അതായത് ജിന്നുകൾക്കും സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനും ഉപദേശമൊക്കെ കേട്ടിട്ടാണ് സത്യം മനസ്സിലാക്കിയിട്ട് ജിന്നുകൾ പോയത്. അപ്പോ മനുഷ്യരിലേക്ക് അല്ലാഹു നുബൂവത്ത് കൊടുത്ത് പറഞ്ഞാത്ത പ്രവാചകന്മാർ മുഖേന ജിന്നുകൾക്കും നന്നാവാനും സന്മാർഗം ലഭിക്കാനും പിന്നെ അത് കാരണമായിട്ടുണ്ട്. അവർ ഖുർആൻ കേട്ട് നന്നായ കാര്യമാണ് തൊട്ടുമുമ്പ് നമ്മൾ അഹ്കാഫ് 29-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് അതായത് മനുഷ്യരിലെ റസൂലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞത് അലം യഅ്തികും റസൂലുൻ എന്ന് പറഞ്ഞത്. മനുഷ്യരിലെ പ്രവാചകന്മാരെ, നുബുവത്ത് കിട്ടിയ പ്രവാചകന്മാരെ മാത്രം ഉദ്ദേശിച്ചാണ്. രണ്ടു കൂട്ടരോടും കൂടി സംസാരിക്കുമ്പോൾ ഒന്നിച്ചു പറഞ്ഞു തന്നേ ഉള്ളൂ. ഉദ്ദേശം ആര് തന്നെയാണ്? മനുഷ്യരിലെ പ്രവാചകന്മാരാണ്. കാരണം മനുഷ്യരിലെ പ്രവാചകന്മാരെ കൊണ്ട് ജിന്നുകൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്.
ഇതാണ് ഇത് സംബന്ധമായ രണ്ടഭിപ്രായം. വഗറത്തുഹുൽ ഹയാത്തു ദുനിയ, ഇഹലോക ജീവിതം അവരെ വഞ്ചിതരാക്കി, അവരെ ചതിയിൽ വീഴ്ത്തി. എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ജീവിതത്തിൽ മതിമറന്ന് പരലോക ജീവിതം വിസ്മരിച്ചു കളഞ്ഞു എന്നർത്ഥം. ആഖിറം മറന്ന് ഇവിടെ അടിച്ചു പൊളിച്ചു എന്ന് ചുരുക്കം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇപ്പൊ എന്തിലെത്തി, എന്തിപ്പോ അവർക്ക് അവസാനമായത് ഷഹീദു അലാ അൻഫുസിഹിം, അവസാനം ഇപ്പോൾ തങ്ങൾക്കെതിരെ തന്നെ സ്വന്തമായി തന്നെ പ്രതികൂല സാക്ഷ്യം വഹിക്കാൻ അവർ നിർബന്ധിതരായി. എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ശിക്ഷയ്ക്ക് ഞങ്ങളിതാ തലകുനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവർ ഏറ്റുപറയാൻ. അപ്പൊ ആ ദുരവസ്ഥ വരാതിരിക്കാൻ ഇത് കേൾക്കുന്ന, ഇത് പഠിക്കുന്ന നമ്മളടക്കം എല്ലാവരും ദുന്യവിയ ജീവിതം വെറും നശ്വരമാണ്, നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. പരലോകത്ത് വെച്ച് കുറ്റസമ്മതം നടത്തുമെന്ന അതിനല്ലേ കഴിയുള്ളൂ. വേറെന്താ അവിടെ കഴിയുക? നിഷേധിക്കാനൊന്നും കഴിയില്ലല്ലോ. ആളുകൾ നിഷേധിച്ച് നോക്കുമെന്നാണ്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയവർ രക്ഷപ്പെടാൻ വേണ്ടി ശിക്ഷ കാണുമ്പോൾ. പക്ഷേ അതൊന്നും വിലപ്പോകൂല. കാരണം സ്വന്തം അവയവങ്ങൾ തന്നെ പ്രതികൂലമായി സാക്ഷി പറയാൻ തുടങ്ങിയാൽ പിന്നെ എന്താ ചെയ്യുക? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. സൂറത്ത് യാസീനിലൊക്കെ അല്ലേ കൈകളും കാലുകളും തൊലികൾ വരെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വിളിച്ചു പറയും. പിന്നെ എന്താ, എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയുക? പിന്നെ ആ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. ഇങ്ങനെ മനുഷ്യന്മാർ കുറ്റസമ്മതം നടത്തുമെന്ന് പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിൽ തബാറക്കയിൽ 8 മുതൽ 11 വരെയുള്ള ആയത്തുകൾ നരകത്തിലേക്ക് ഇങ്ങനെ ഓരോ കൂട്ടറങ്ങനെ ഇടുമ്പോഴേ നരകത്തിന്റെ ആളുകൾ ചോദിക്കും, വലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്ന ആൾ, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകും നരകമുണ്ടെന്ന് പറയുന്ന ആൾ വന്നിരുന്നില്ലേ? അവർ പറയും, ഖാലു ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ കദ്ദാബൂൻ. ഞങ്ങൾക്ക് വന്നിരുന്നു പ്രവാചകന്മാർ, ഉപദേശകന്മാർ, പക്ഷേ ഞങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ കുറ്റസമ്മതം നടത്തുന്ന അർത്ഥായത്തിൽ അന്നാ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നരകത്തിൽ വീഴേണ്ടി വരില്ലായിരുന്നു. ഭൂപിതംബിഹിം, അവരുടെ കുറ്റങ്ങൾ അവർ സമ്മതിച്ചു. പിന്നെ വേറെ രക്ഷമില്ല, നരകത്തിലേക്ക് പോകാൻ. അപ്പൊ അവിടെ കുറ്റസമ്മതം നടത്താനേ കഴിയൂ, ന്യായീകരിക്കാനോ രക്ഷപ്പെടാനോ ഒരു നിലക്കും ഒരാൾക്കും കഴിയില്ല. 131 ആയത്ത് നോക്കൂ. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട സത്യനിഷേധികൾക്ക് പരലോകത്ത് അവരുടെ തെറ്റുകൾ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആരും ശിക്ഷിക്കപ്പെടുകയില്ല, അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഓരോ നാട്ടുകാർക്കും സത്യവും അസത്യവും വിവരിച്ചു കൊടുക്കാതെ, അവർക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ അവസരം കൊടുക്കാതെ അവരുടെ തെറ്റുകൾ കാരണം അള്ളാഹു ഒരിക്കലും നശിപ്പിക്കുകയില്ല. അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ അതൊരു അനീതിയാണല്ലോ. അനീതി അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുകളെ അയച്ച്, മുന്നറിയിപ്പ് നൽകുന്ന ആളുകളെ അയച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ഉപദേശം താക്കീതും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. എന്നിട്ടും അംഗീകരിക്കാത്ത ആളുകളെ അല്ലാഹു ശിക്ഷിക്കുക. നോക്കൂ 131 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലിക അല്ലം യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ ഗാഫിലൂൻ. ദാലിക, അത് അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്ന മുർസലുകളായത് എന്തിനാണെന്നറിയോ? അല്ലം യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറ, ഒരു പ്രദേശക്കാരെ വിവരം നൽകപ്പെടാത്തവരായിരിക്കെ, ബിദുൽമിൻ വഅഹ്ലുഹാ ഗാഫിലൂൻ, വിവരം നൽകപ്പെടാത്തവരായിരിക്കെ, നമ്മ സന്മാർഗത്തെ സംബന്ധിച്ച് അറിയാത്തവരായിരിക്കെ അന്യായമായി നശിപ്പിച്ചു കളയുന്നതിനല്ല താങ്കളുടെ രക്ഷിതാവ് എന്നതുകൊണ്ടാണ്. ദാലിക, അത് ഏത് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞ എന്തിനാ? അല്ലം യകുർ റബ്ബുക, അത് താങ്കളുടെ റബ്ബ് അല്ല എന്നതുകൊണ്ടാണ്. എന്തല്ല? മുഹ്ലിക്കൽ ഖുറ, നാട്ടുകാർ നശിപ്പിക്കുന്നവനല്ല എന്നതുകൊണ്ടാണ്. ബിദുൽമിൻ, അന്യായമായി. താങ്കളുടെ റബ്ബ് അന്യായമായി ഒരു നാട്ടുകാരെയും നശിപ്പിക്കുന്നവനല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പ്രവാചകന്മാരെ മുർസലുകൾ അയച്ചത്. എങ്ങനെ നശിപ്പിക്കാമോ? അഹ്ലുഹാ ഗാഫിലൂൻ, ആ നാട്ടുകാരായ ആളുകൾ അറിയാത്തവരായിരിക്കെ, വിവരം നൽകപ്പെടാത്തവരായിരിക്കെ. ഇതാണ് ദീന്, ഇതിനനുസരിച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യപ്പെടാത്തവരായിരിക്കെ അള്ളാഹു തആല അവരെന്താക്കൂല, നശിപ്പിക്കുകയില്ല. അങ്ങനെ റബ്ബിന്റെ ഒരു നടപടി, ഒരു തീരുമാനം ഉണ്ടായത് കൊണ്ടാണ് റബ്ബ് പ്രവാചകന്മാരെ അയച്ച് താക്കീതും സന്തോഷ വാർത്തയും ഒക്കെ നൽകുന്നത് എന്നർത്ഥം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആഴ്ചയിൽ പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇഖ്ലാസോടുകൂടി നിന്റെ ദീനിനും ഖിദ്മത്തിനും ഇൽമിനും ഖിദ്മത്തുകളുടെ അവസരം നൽകണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഞങ്ങൾ എല്ലാവരും ആഖിബത്ത് നന്നാക്കണേ.
ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കനെത്തും اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. الله رب سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.